ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നിവിടെ ഞാൻ നെയ്മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ തക്കാളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. അതിനുശേഷം മൂടിയൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. നന്നായി വാഷ് ചെയ്ത തക്കാളി എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം പച്ചമുളകിൻ്റെ അറ്റം കളഞ്ഞ് അതും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കുകയാണ്. പച്ചമുളക് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്, അതിൻ്റെ കുരു കണ്ണിലോട്ട് തെറിക്കുമെന്നുള്ളൊരു പേടി. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനതൊരു പാത്രത്തിലോട്ട് ഇടുകയാണ്. ശരിക്കും ഞാൻ മീൻകറി ചട്ടിയിലാണ് വെക്കാറ്. ചട്ടി പൊട്ടിപ്പോയി ഗൈസ്, അതുകൊണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിലോട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം അത് ചെറിയൊരു പേസ്റ്റ് പോലെ ആയി വന്നപ്പോൾ അതിലോട്ട് പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. മഞ്ഞളും മുളക്, ഉപ്പ് എന്നിവയാണ് ഇതിൽ ചേർക്കേണ്ടത്. അതിനുശേഷം നെയ്മീൻ ഭയങ്കര വലുപ്പത്തിലായിരുന്നു അവർ കട്ട് ചെയ്ത് തന്നത്. അതുകൊണ്ട് ഞാനതിന് കുറച്ചുകൂടെ ചെറുതാക്കി എടുത്തു. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അതിനുശേഷം ഞാൻ അതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും കൂടിയാണ് ഞാനതിൽ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം കാശ്മീരി ചില്ലി ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, ഇത്തിരി കളറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കളറില്ലാതെ ഇരിക്കും. എന്നിട്ട് അതെല്ലാം കൂടെ ഞാനൊന്ന് മീനിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ തക്കാളിയിലോട്ട് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം പുളി, നാടൻ പുളി അതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലോട്ട് മഞ്ഞളും മുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ് വേണ്ടത്. മുളക് പൊടി ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, കാരണം പച്ചമുളകിന് നല്ല എരിവ് ഉള്ളത് കൊണ്ട് മുളക് പൊടി കുറച്ചേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ മസാല കൂട്ട് പെരക്കിയിരിക്കുന്ന ഫിഷ് എടുത്ത് അതിലോട്ട് ഇടുകയാണ്. ചെറുതായിട്ട് തിളച്ച് വരുന്ന കണ്ടാൽ ഒന്നുകൂടെ ഒന്ന് ഫിഷൊക്കെ അതിൽ ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ആക്കിയിട്ട് മൂടി വയ്ക്കാം. അവിടെ നിന്ന് തിളക്കട്ടെ. അതിന് ശേഷം ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കുക്കിംഗ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. സ്പീഡിൽ കഴുകി വയ്ക്കുകയാണ്. അപ്പോഴേക്കും മീൻകറി റെഡിയായി വരുന്നുണ്ട്. നോക്കാം. നന്നായി തിളച്ച് കുറുകി വന്നു. ഒത്തിരി ചാറില്ലാതെയാണ് ഇനി മുളകിട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി.